നമസ്കാരം. ദളിത് വാർത്തകളിലേക്ക് സ്വാഗതം. കൃത്രിമ ബുദ്ധി അഥവാ AI ഉപയോഗിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന വാർത്ത. തുടർന്ന് കൊളംബിയയിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഹോർമുസ് കടലിടുക്കിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥയും നമ്മൾ പരിശോധിക്കുന്നു. വാർത്തകളിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ശസ്ത്രക്രിയയിലൂടെ ഒരു ജാപ്പനീസ് യുവാവ് നായയായി മാറിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബൂം ലൈവ് ഷൂതയാത്ത് നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു യഥാർത്ഥ ശസ്ത്രക്രിയയോ മനുഷ്യൻ നായയായി മാറിയതോ അല്ലെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും വ്യക്തമായി. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ പ്രചരിച്ച ഈ വീഡിയോയിൽ അതിയാഥാർത്ഥ്യമായ നായയുടെ വേഷം ധരിച്ച ഒരാളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ട് പലരും ഇയാൾ ശരിക്കും നായയായി മാറിയതാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്നാൽ സാങ്കേതിക പരിശോധനയിൽ ദൃശ്യങ്ങൾ AI ടൂളുകൾ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞു. AI സാങ്കേതികവിദ്യ എത്രത്തോളം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇത്തരം വ്യാജ ദൃശ്യങ്ങൾ എത്ര എളുപ്പത്തിലാണ് യഥാർത്ഥമെന്ന രീതിയിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നതെന്നും ബൂം ലൈവിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാങ്കേതികവിദ്യകൾ വളരുമ്പോൾ യഥാർത്ഥ ദൃശ്യങ്ങളും കമ്പ്യൂട്ടർ നിർമ്മിത ദൃശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പ്രയാസമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ധഡ്രന് വേണ്ടി റിപ്പോർട്ട്. ഒമാൻ ഉൾക്കടലിൽ പനാമയിൽ രജിസ്റ്റർ ചെയ്ത ചരക്ക് കപ്പലിനു നേരെ അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മിസൈൽ ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. കപ്പലിന്റെ എഞ്ചിൻ റൂം തകർക്കാൻ ഈ ആക്രമണത്തിലൂടെ സാധിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച കപ്പലിനെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. BBCയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ സംഭവം മേഖലയിലെ സമുദ്ര സുരക്ഷാ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കപ്പലിന്റെ എഞ്ചിൻ സംവിധാനം പ്രവർത്തനരഹിതമാക്കുക മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും കപ്പലിനോ അതിലെ ചരക്കുകൾക്കോ പൂർണ്ണമായ നാശനഷ്ടങ്ങൾ വരുത്താതെയാണ് ഈ കൃത്യമായ ആക്രമണം നടത്തിയതെന്നും US സൈന്യം അറിയിച്ചു. കപ്പലിന്റെ കൃത്യമായ വിവരങ്ങളും അതിൽ ഉണ്ടായിരുന്ന നിരോധിത വസ്തുക്കളെക്കുറിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. അനധികൃത കടത്തൽ മാർഗങ്ങൾക്കെതിരെയുള്ള കർശന നടപടിയായാണ് പ്രാദേശിക നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഒമാൻ ഉൾക്കടൽ ഒരു പ്രധാന സമുദ്രപാതയാണ്. ഈ മേഖലയിൽ അന്താരാഷ്ട്ര നാവികസേനകൾ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പനാമയുടെ പതാകയ്ക്ക് കീഴിലാണ് കപ്പൽ സഞ്ചരിക്കുന്നതെങ്കിലും പാശ്ചാത്യ നാവികസേനകളും ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകളും തമ്മിലുള്ള നിലനിൽക്കുന്ന സംഘർഷമാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നതെന്ന് BBCയും അൽ ജസീറയും ചൂണ്ടിക്കാട്ടുന്നു. കപ്പലിലെ ജീവനക്കാരെക്കുറിച്ചോ കപ്പലിന്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ധഡ്രന് വേണ്ടി റിപ്പോർട്ട്. നേപ്പാളിലെ വർഗീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന 2 വീഡിയോകൾ വ്യാജമാണെന്ന് ധഡ്രന് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾക്ക് നേപ്പാളിലെ നിലവിലെ സാഹചര്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബൂം ലൈവ് ഷൂതയാത്ത് നടത്തിയ വസ്തുതാ പരിശോധനയിൽ വ്യക്തമായി. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിച്ച ഈ വീഡിയോകൾ നേപ്പാളിലെ അസ്വസ്ഥതകളുടെ തെളിവെന്ന നിലയിലാണ് തെറ്റായി അവതരിപ്പിക്കപ്പെട്ടത്. ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനയിൽ ഈ 2 വീഡിയോകളും ബംഗ്ലാദേശിൽ നടന്ന വ്യത്യസ്തവും എന്നാൽ നേപ്പാളിലെ സംഭവങ്ങളുമായി ബന്ധമില്ലാത്തതുമായ മറ്റ് 2 സംഭവങ്ങളുടേതാണെന്ന് ബൂം ലൈവ് കണ്ടെത്തി. സാമൂഹിക അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന സമയങ്ങളിൽ പഴയതോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളതോ ആയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണെന്ന് ഈ അന്വേഷണം ചൂണ്ടിക്കാട്ടുന്നു. വീഡിയോകളുടെ മെറ്റാഡാറ്റയും അപ്ലോഡ് ചരിത്രവും പരിശോധിച്ചതിലൂടെയാണ് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് വിദഗ്ധർ തെളിയിച്ചത്. 100-95 എന്ന ട്രൂത്ത് സ്കോറോടെ ഈ വീഡിയോകൾക്ക് നേപ്പാളിലെ നിലവിലെ സംഭവങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് വർഗീയ സംഘർഷങ്ങൾക്കും അനാവശ്യ പരിഭ്രാന്തിക്കും കാരണമാകുമെന്നതിനാൽ സെൻസിറ്റീവായ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതരും വസ്തുതാ പരിശോധകരും പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരങ്ങളുടേതെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ വ്യാജമാണെന്ന് തെളിഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷം കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളുമായി തെറ്റായ രീതിയിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബൂം ലൈവ് ഷൂതയാത്ത് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ വീഡിയോ പുതിയതല്ലെന്ന് വ്യക്തമായി. ജൂലൈ 19 ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇതെന്നും നിലവിലെ സമരങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞു. ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിലൂടെയും സമയരേഖ പരിശോധിച്ചതിലൂടെയും ഈ പ്രചാരണം തെറ്റാണെന്ന് ബൂം ലൈവ് സ്ഥിരീകരിച്ചു.
പഴയ ദൃശ്യങ്ങൾ പുതിയ സംഭവങ്ങളുടേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് വർദ്ധിച്ചുവരികയാണ്. ഇത്തരം ഉള്ളടക്കങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർ അതീവ ജാഗ്രത പാലിക്കണം. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏതൊരു വീഡിയോയും പങ്കുവയ്ക്കുന്നതിന് മുൻപ് അതിന്റെ ഉറവിടവും തീയതിയും പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ബൂം ലൈവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വേണ്ടി കൊളംബിയയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 180 ആയി ഉയർന്നു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തീവ്രശ്രമം തുടരുകയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചയിടങ്ങളിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തര സേന യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ചൊവ്വാഴ്ചയുണ്ടായ തുടർച്ചയായ ശക്തമായ തുടർച്ചലനങ്ങൾ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കുകയും തകർന്ന കെട്ടിടങ്ങൾ കൂടുതൽ അപകടാവസ്ഥയിലാവുകയും ചെയ്തോടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ അധികൃതർ കൂടുതൽ ഉദ്യോഗസ്ഥരെയും അത്യാധുനിക ഉപകരണങ്ങളെയും രംഗത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഭൂകമ്പത്തിൽ റോഡുകൾ തകർന്നത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദുരന്തബാധിതർക്ക് ആവശ്യമായ മരുന്നുകളും താൽക്കാലിക താമസസൗകര്യങ്ങളും എത്തിക്കുന്നതിനായി അന്താരാഷ്ട്ര ഏജൻസികൾ കൊളംബിയൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ അതിജീവിച്ചവരെ കണ്ടെത്താനാണ് മുൻഗണന നൽകുന്നതെങ്കിലും ഒറ്റപ്പെട്ട മേഖലകളിൽ രക്ഷാപ്രവർത്തകർ എത്തുന്നതോടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സംഭവസ്ഥലത്തുനിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ജാഗ്രത നിരീക്ഷണം തുടരും. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാനുമായുള്ള പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെയും അന്താരാഷ്ട്ര കപ്പൽ പാതകളുടെ സുരക്ഷയെച്ചൊല്ലിയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെയുമാണ് ചൊവ്വാഴ്ച പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ദിവസവും കടന്നുപോകുന്ന നിർണായകമായ സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിൽ വിമാനവാഹിനിക്കപ്പലുകളും പട്രോൾ ബോട്ടുകളും വിന്യസിച്ച് അമേരിക്കൻ സൈന്യം ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുമ്പോഴും പൂർണ്ണ നിയന്ത്രണം എന്ന ട്രംപിന്റെ അവകാശവാദം മേഖലയിലെ തന്ത്രപരമായ സംഘർഷങ്ങളെയാണ് എടുത്തുകാണിക്കുന്നത്. ഈ ജലപാതകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അമേരിക്ക ചരിത്രപരമായി ശ്രമിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഇറാനിയൻ നാവികസേനയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കോ അടുത്തുനിന്നുള്ള ഇടപെടലുകൾക്കോ കാരണമാകാറുണ്ട്. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന നയത്തിന്റെ ഭാഗമായാണ് ഭരണകൂടത്തിന്റെ ഈ പ്രസ്താവനയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഉപരോധങ്ങൾ കർശനമാക്കുകയും മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അവകാശവാദത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പെന്റഗൺ ഔദ്യോഗികമായി കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഭാവിയിലെ സമുദ്രനീക്കങ്ങളെയും സംഘർഷ സാധ്യതകളെയും ഈ പ്രസ്താവന എങ്ങനെ ബാധിക്കുമെന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം 24 ലക്ഷം പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതായി യുനെസ്കോയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ തുടർച്ചയായാണ് ഈ സ്ഥിതിവിശേഷം. ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിലേറെയായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം പെൺകുട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ നയങ്ങൾ രാജ്യത്തെ സാക്ഷരതയിലും തൊഴിൽപരമായ പുരോഗതിയിലും പതിറ്റാണ്ടുകളായി കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നിരീക്ഷകരും മനുഷ്യാവകാശ സംഘടനകളും ഈ നിരോധനം പിൻവലിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഇസ്ലാമിക നിയമ വ്യാഖ്യാനങ്ങൾക്ക് അനുസൃതമായ അന്തരീക്ഷം ഒരുങ്ങുന്നതുവരെ ഈ നിയന്ത്രണങ്ങൾ താൽക്കാലികമാണെന്നാണ് കാബൂളിലെ ഭരണകൂടത്തിന്റെ നിലപാട്. അധ്യയന വർഷം മുന്നോട്ടു പോകുമ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. ഇത് ദാരിദ്ര്യത്തിനും സാമൂഹിക അസ്ഥിരതയ്ക്കും കാരണമാകുമെന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. എല്ലാ പെൺകുട്ടികൾക്കുമായി സ്കൂളുകൾ ഉടൻ തുറക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് യുനെസ്കോ. വേണ്ടി ഇന്നത്തെ ആഗോള വാർത്തകളുടെ വസ്തുതാപരമായ വിശകലനത്തിലേക്ക് സ്വാഗതം. വിശ്വസനീയമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ഉറപ്പുവരുത്തുന്നത്